നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരു പുതിയ കാലഘട്ടം തിങ്കളാഴ്ചയോടുകൂടി ആരംഭിച്ചു. അതായത് പുതിയ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ അവർ വർക്ക് ആരംഭിച്ചു. അതിലെ ആദ്യ മത്സരം വ്യാഴാഴ്ച കളിക്കാനിറങ്ങിയാണ് ഇക്വഡോറിനെതിരെ. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആ മത്സരം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ എക്സ്റേ, ഈ സൈക്കിളിലെ എക്സ്റേ എന്ന് പറഞ്ഞാൽ 2026 വേൾഡ് കപ്പിനുള്ള ഈ സൈക്കിൾ 2022 മുതലുള്ള, അതായത് 2022 വേൾഡ് കപ്പ് മുതലുള്ള ആ കാലഘട്ടത്തിലെ ഒരു എക്സ്റേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ. അപ്പോൾ നമ്മളത് പരിശോധിക്കണം. എക്സ്റേ ഓഫ് ദി നാഷണൽ ടീം ഇൻ ദിസ് സൈക്കിൾ. എന്തൊക്കെ സംഭവിച്ചു, ഇനി അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് എന്നതൊക്കെയാണ് ബ്രൂണോ കാസുച്ചിയും അതുപോലെ കാസ്യ മോട്ടയും ചേർന്ന് എഴുതിയിട്ടുള്ള ഈ ലേഖനത്തിൽ ഗ്ലോബോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ക്രൊയേഷ്യക്കെതിരെ ബ്രസീൽ വേൾഡ് കപ്പിൽ പുറത്തായില്ലേ, ഷൂട്ടൗട്ടിൽ പുറത്തായി. അതിനുശേഷം സംഭവിച്ചത് ടിറ്റെ പടിയിറങ്ങി. ടിറ്റയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2016 മുതൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് സ്റ്റഡി ആയിട്ട് ടീമിനെ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഇവിടെ 1-2 കാലിടറലുകൾ. ഒന്ന് നോക്കുക, പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബ്രസീൽ പുറത്തായത്. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ ഒറ്റ ഗോളിനാണ്, നന്നായി കളിച്ചിട്ട് ഒറ്റ ഗോളിന് വീണ് പോവുകയായിരുന്നു. ടിറ്റയുടെ കാലഘട്ടത്തിൽ ബ്രസീൽ കൃത്യമായും ഒരു സ്ഥിരത പുലർത്തിയിരുന്ന ടീമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ സംഭവിച്ചത് എന്താ? 80 താരങ്ങളെ കോളപ്പ് ചെയ്തു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് 2022 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ പകുതിയോളം താരങ്ങൾ ഡെബ്യൂട്ടൻ പ്ലേയേഴ്സായിരുന്നു, പുതുമുഖ താരങ്ങളായിരുന്നു. അതിൽ പലരും ബ്രസീലിയറോ സീരിയയിൽ കളിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ഥിരതയും ബ്രസീൽ ടീമിനുണ്ടായിരുന്നില്ല. 2023 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചുമാരായിട്ട് 4 പേരെത്തി. അതാണ് എക്സ്റേയിൽ ആദ്യം നമ്മളിങ്ങനെ മെഷീനിലേക്ക് വെക്കുമ്പോൾ തെളിയുന്ന ആദ്യത്തെ കാര്യം. 4 കോച്ചുമാർ എന്ന് പറയുമ്പോൾ റമോൺ മെനസസ് ആദ്യം, അദ്ദേഹം ഇൻട്രിം കോച്ചായിട്ട് വന്നു. പിന്നെ ഫെർണാണ്ടോ ഡിനിസിൻ്റെ കാര്യം വലിയ കോമഡിയാണ്. കാരണം ആഞ്ചലോട്ടി വരും, ആദ്യഘട്ടത്തിൽ ആഞ്ചലോട്ടി വരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് ഫ്ലുമിനൻസിൻ്റെ കോച്ചായിരുന്ന ഡിനിസിനെ ബ്രസീൽ ടീമിൻ്റെ കോച്ചാക്കി അദ്ദേഹത്തിൻ്റെ പേരാകെ നശിപ്പിക്കുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായത്. 2 ജോലി ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു. ഫ്ലുമിനൻസിൻ്റെ കോച്ച് പ്ലസ് ദേശീയ ടീമിൻ്റെ കളി വരുമ്പോൾ ദേശീയ ടീമിൻ്റെ കോച്ച്. ഇതൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്നത് ലോകത്തെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അധികം വിജയങ്ങളുള്ള ഒരു രാജ്യത്താണെന്ന് നോക്കണം. അപ്പോൾ ഫെർണാണ്ടോ ഡിനിസ്, അതിനുശേഷം ഡൊറിവാൾ ജൂനിയർ, 2024 കോപ്പ അമേരിക്കയിലേക്കൊക്കെ ടീമിനെ കൊണ്ടുപോയത് ഡൊറിവാൾ ജൂനിയറാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാം. ഒടുവിൽ ഡൊറിവാൾ ജൂനിയറെ പറഞ്ഞു വിട്ട് കാർലോ ആഞ്ചലോട്ടിയെ കോച്ചാക്കി വെക്കുന്നു. സോ ടിറ്റയെ പറഞ്ഞു വിട്ടതിന് ശേഷം 4 കോച്ചുമാർ, റമോൺ മെനസസ്, ഫെർണാണ്ടോ ഡിനിസ്, ഡൊറിവാൾ ജൂനിയർ, നൗ കാർലോ ആഞ്ചലോട്ടി. ആഞ്ചലോട്ടിയുടെ കോളപ്പ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി കളിക്കാനിറങ്ങുന്നത് വ്യാഴാഴ്ചയാണെന്ന് മാത്രം. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ കാലഘട്ടത്തിൽ 12 കോളപ്പുകൾ നടന്നു. 12 തവണ ടീമിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. 4 കോച്ചുമാരുണ്ടായി. 80 പ്ലെയേഴ്സിനെയാണ് ബ്രസീൽ ടീമിലേക്ക് വിളിച്ചത്. 44 പേര്, പകുതിയോളം പേര് ന്യൂ കമേഴ്സായിരുന്നു, പുതുമുഖങ്ങൾ. അതിൽ 68 താരങ്ങളെയാണ് കളിക്കാൻ ഇറക്കിയിട്ടുള്ളത്. 37 താരങ്ങൾ ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നായിരുന്നു. ടിറ്റയുടെ കാലഘട്ടത്തിലൊക്കെ ബ്രസീലിയൻ ലീഗിൽ നിന്ന് താരങ്ങൾ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നാണെങ്കിൽ ബ്രസീലിയൻ ലീഗിൽ നിന്ന് വന്ന മറ്റു കോച്ചുമാർ ചെയ്തത് ബ്രസീലിയൻ ലീഗിൽ നിന്ന് തന്നെ കൂടുതൽ കളിക്കാരങ്ങിറക്കിയാണ്. 25 മത്സരങ്ങളാണ് ആ സൈക്കിളിൽ കളിച്ചത്. പകുതി കളി പോലും വിജയിക്കാൻ ബ്രസീലിനായില്ല. 25 മാച്ചുകൾ കളിച്ചതിൽ 10 എണ്ണമാണ് ജയിച്ചത്, 8 എണ്ണം സമനില, 7 എണ്ണം പൊട്ടി. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈ 68 പ്ലെയേഴ്സിനെ കളിക്കാനിറക്കി എന്ന് പറഞ്ഞല്ലോ, 12 പ്ലെയേഴ്സിനെ കളിപ്പിച്ചതുമില്ല. ഇനിയിപ്പോൾ കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ 3 പേർക്ക് ഒരു പക്ഷേ ഇപ്പോൾ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. ഹ്യൂഗോ സൗസ, അലക്സാൻഡ്രോ റിബൈറോ, ഇങ്ങനെയുള്ളവർക്ക് അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരിക്കലും കളിപ്പിക്കാത്ത താരങ്ങൾ, ഗോൾ കീപ്പേഴ്സ് റഫേൽ, ലിയോ ജാർഡിൻ, ലൂക്കാസ് പെറി,
ഇങ്ങനെയുള്ള താരങ്ങളുണ്ട്. ഫുൾ ബാക്സ് ചില ആളുകൾ ഡോഡോയെ പോലെയുള്ളവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഡിഫൻഡർ മൊഴയിലോയെ പോലെയുള്ള ആളുകൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ബ്രസീലിയൻ ടീമിനുണ്ടായി. അപ്പം ഈ സൈക്കിള് പ്രധാനമായിട്ടും നമ്മൾ ആ എക്സ്റേ എടുക്കുമ്പോൾ മുഴച്ച് കാണുന്നൊരു കാര്യം ഡെബ്യൂട്ടൻസിൻ്റെ കാര്യമാണ്. മോർ ദാൻ ഹാഫ് താരങ്ങൾ ഡെബ്യൂട്ടൻസ് ആയിരുന്നു, പുതുമുഖങ്ങളായിട്ട് കളിക്കാൻ വന്നവരാണ്. 44 പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമിലാണ് അവരുടെ കരിയറിൽ അവർ ബ്രസീൽ ടീമിന് വേണ്ടി കളിച്ചത്. അതിൽ നമുക്കറിയാം പലരും വേണ്ടത്ര നിലവാരത്തിലേക്കോ മികവിലേക്കോ എത്താതെ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഫ്ലെമിംഗോയായിരുന്നു ഏറ്റവും അധികം താരങ്ങളെ ബ്രസീൽ ടീമിലേക്ക് സംഭാവന ചെയ്തത്, 8 താരങ്ങൾ. അതുപോലെ തന്നെ പാൽമിറാസിൽ നിന്ന് 6 താരങ്ങൾ, ബൂട്ടാഫാഗോ 5 താരങ്ങൾ, പിന്നെ സാവോപോളോ, അത്ലറ്റിക്കോ പാരനൈസ്, കൊറിന്ത്യൻസ്, ഫ്ലുമിനൻസ്, അത്ലറ്റിക്കോ MG, വാസ്കോ, ക്രുസൈറോ, ഇങ്ങനെയുള്ള ടീമുകൾ, ഈ ടീമുകളിൽ നിന്നൊക്കെ ഓരോ താരങ്ങളൊക്കെ വന്നുകൊണ്ടാണ് സ്ക്വാഡ് അങ്ങ് കംപ്ലീറ്റ് ആവുന്നത് ഈ കണക്ക് നമ്മൾ നോക്കുമ്പോൾ. സോ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങളെയാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ബ്രസീലിയൻ ലീഗ് യൂറോപ്യൻ ലീഗിന് നിലവാരമുള്ള ഒന്നല്ല. ഇപ്പോൾ നമുക്കറിയാം IFFHSൻ്റെ റാങ്കിങ്ങിലൊക്കെ ടോപ്പ് 10 വരാറുണ്ട് ബ്രസീലിയറോ സിരിയെ, സമ്മതിക്കുന്നു. എന്നാൽ പോലും നിലവിലെ അർജൻറ്റീന ടീമൊക്കെ നോക്കുക, പ്രമുഖ താരങ്ങളൊക്കെ കളിക്കുന്നത് യൂറോപ്പിലാണ്. അങ്ങനെയായിരുന്നു ബ്രസീലും. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന കോച്ചുമാർ പലരും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റൂട്ട് പിടിച്ചു. വേണ്ട വിധത്തിലുള്ള റിസൾട്ട് വന്നതുമില്ല. 80 പ്ലേയേഴ്സിനെ കോളപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ 8 ഗോൾ കീപ്പർമാരുണ്ടായിരുന്നു, 8 റൈറ്റ് ബാക്കുമാർ, 9 ലെഫ്റ്റ് ബാക്കുമാർ, 14 സെൻറ്റർ ബാക്കുമാർ, 10 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, 8 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, 22 ഫോർവേഡുമാർ. ഇതാണ് കൃത്യമായിട്ടുള്ള കണക്ക്. ഈ ചോയ്സിലൂടെ ബ്രസീൽ ഉണ്ടാക്കിയത് പകുതി വിജയങ്ങൾ പോലുമില്ല. 25 കളികളിൽ 10 വിജയങ്ങളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ മത്സരങ്ങളൊക്കെ വന്നത് 25 കളികൾ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്, വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്, കോപ്പ അമേരിക്ക മത്സരങ്ങളുണ്ട്. ഇതിലൊക്കെ ആകെ ബ്രസീൽ അടിച്ചത് 40 ഗോളുകളും തിരിച്ചു വാങ്ങിയത് 31 ഗോളുകളും. ടിറ്റയുടെ ടീമുകൾ, ടിറ്റ കോളപ്പ് ചെയ്ത ടീമുകൾ പലപ്പോഴും ഗോളുകൾ തിരിച്ചു വാങ്ങാറുണ്ടായിരുന്നില്ല. ഇവിടെ 40 അടിച്ചപ്പോൾ 31 തിരികെ വാങ്ങുന്ന ദുസ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇനി ഗോളടിച്ചവരുടെ കണക്ക് നോക്കിയാലോ, റോഡ്രിഗോയും റാഫിഞ്ഞയുമാണ് ഈ ഒരു സൈക്കിളിൽ ബ്രസീലിനായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത്. 2 പേരും 8 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 6 വീതം ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അവരാണ് ഈ സൈക്കിളിലെ ടോപ്പ് സ്കോറേഴ്സ്. വിനി ജൂനിയറാണ് 2ാമത്, 4 ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. പക്യോറ്റയും എൻട്രിക്കും 3 വീതം ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ 1ാമത് ലൂക്കാസ് പക്യോറ്റയാണ്, 4 അസിസ്റ്റുകൾ. വിനി, നെയ്മർ, റാഫിഞ്ഞ, സാവിഞ്ഞോ എന്നിവരൊക്കെ 3 വീതം അസിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നമ്പേഴ്സാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ മുന്നിലിരിക്കുന്നത്. ഇനിയൊരു പുതിയ ചരിത്രം അദ്ദേഹത്തിന് അവിടെ എഴുതേണ്ടതുണ്ട്. ഇക്വഡോറിനെതിരെയാണ് അടുത്ത മത്സരം. അത് വ്യാഴാഴ്ചയാണ് ആ കളി. വ്യാഴാഴ്ച രാത്രി ബ്രസീലിയൻ ടൈം 8 മണിക്കാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആ കളി നടക്കുന്നത്. അതിന് ശേഷം അവർക്ക് പരാഗ്വയ്ക്കെതിരെ കളിയുണ്ട്. ആ മത്സരം ജൂൺ 10 ബ്രസീലിയൻ സമയം രാത്രി 9:45 ആ കളി. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം അടുത്ത ദിവസം 11 തീയതി പുലർച്ചെയായിരിക്കും ഉണ്ടാവുക. സോ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇനി 1 വർഷം മാത്രമാണ് അടുത്ത വേൾഡ് കപ്പിനുള്ളത്, ജസ്റ്റ് 1 ഇയർ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഈ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻസിയാണ് പ്രധാന പ്രശ്നം. സ്ഥിരമായിട്ടൊരു ടീമിനെ ഉണ്ടാക്കാനോ അതിൻ്റെ ഒരു കോർ ഉണ്ടാക്കിയെടുക്കാനോ ബ്രസീലിൻ്റെ മുൻ കോച്ചുമാർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പരിചിതരായ താരങ്ങളെ കൂടുതൽ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കണമല്ലോ. സോ എക്സ്റേ എടുത്ത് പ്രശ്നങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണണം. ആ പരിഹാരം കാണാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു എറ തുടങ്ങുന്നു. അതിലെ ആദ്യ മത്സരം വ്യാഴാഴ്ച, നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ ബ്രസീൽ വിജയിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.